പി.വി. അൻവറിനെ അറസ്റ്റ് ചെയ്യാൻ ഇപ്പോൾ പോലീസ് നീക്കം തുടങ്ങിയാണ്. എടവണ്ണ ഒതായിലുള്ള അൻവറിന്റെ വീട്ടിൽ ഇപ്പോൾ പോലീസ് എത്തിയിരിക്കുന്നു. നിലമ്പൂർ DFO ഓഫീസ് ഉപരോധത്തിനിടെയുണ്ടായ സംഘർഷങ്ങളിൽ അൻവറിനെതിരെ കേസെടുത്തിട്ടുണ്ട്. അഷ്കർ അലിയാണ് വീടിന് മുന്നിലുള്ളത്. അഷ്കർ, ഇപ്പോൾ MLA അറസ്റ്റ് ചെയ്യാൻ പോലീസിന്റെ ഒരു നീണ്ട നിര തന്നെ അവിടെ എത്തിയിരിക്കുന്നു. ഇത്രയൊക്കെ നാടകീയമായ ഒരു അറസ്റ്റിലേക്ക് പോകാനുള്ള ഒരു സാഹചര്യമുണ്ടോ? ഇന്നിപ്പോൾ DFO ഓഫീസിൽ പൂട്ട് പൊളിച്ചുകൊണ്ട് പ്രവർത്തകർ അകത്ത് കയറുകയും ഓഫീസിനകത്തു നിന്നും സാധനങ്ങളൊക്കെ കസേരയടക്കം തകർക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലാണോ ഇപ്പോൾ അറസ്റ്റിനായി പോലീസ് എത്തിയിരിക്കുന്നത്? അപ്പോൾ അൻവർ എവിടെയാണ്? സ്മൃതി, പി.വി. അൻവർ ഇപ്പോൾ എടവണ്ണ ഉദായിലുള്ള ഈ വീട്ടിൽ തന്നെ ഉണ്ട്. അവിടെ നിലമ്പൂർ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള വലിയ പോലീസ് സന്നാഹമാണ് എത്തിയിരിക്കുന്നത്. ഇന്ന് രാവിലെയാണ് ഇത്തരത്തിൽ നിലമ്പൂർ കരുളായിലെ ഉൾവരത്തിൽ ആദിവാസി യുവാവ് കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രതിഷേധമായി പി.വി. അൻവർ നിലമ്പൂർ സൗത്ത് DFO ഓഫീസിലെത്തിയത്. നിലമ്പൂർ സൗത്ത് DFO ഓഫീസിലെത്തിയ അൻവറും കൂട്ടാളികളും പിന്നെ അതൊരു സംഘർഷത്തിലേക്ക് എത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഒപ്പമുണ്ടായിരുന്ന DMKയുടെ പ്രവർത്തകരെല്ലാം തന്നെ DFOയുടെ ഓഫീസിന്റെ വാതിൽ തകർത്ത് അകത്തേക്ക് കയറുകയും പിന്നീട് അവിടെയുള്ള ഫർണിച്ചറുകളും അതുപോലെ തന്നെ അവിടെ ഉണ്ടായിരുന്ന വാതിലുകളടക്കം തകർക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇതിന് തൊട്ട് പിന്നാലെയാണ് ഇപ്പോൾ നിലമ്പൂർ പോലീസ് കേസ് എടുത്തിരിക്കുന്നത്. പോലീസ് FIR പറയുന്നതനുസരിച്ച് അവിടെയുള്ള പൊതുമുതൽ നശിപ്പിച്ചു. അതുകൊണ്ട് തന്നെ PDPP ആക്ട് പ്രകാരം പൊതുമുതൽ നശിപ്പിച്ചതിന് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് MLA ഉൾപ്പെടെ 11 പേർക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. MLA ഒന്നാം പ്രതിയായും കണ്ടാൽ അറിയുന്ന മറ്റ് 10 പേർ ഉൾപ്പെടെ 11 പേർക്കെതിരെയാണ് കേസെടുത്തത്. ഈ കേസിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്യാൻ MLA പി.വി. അൻവറിനെ അറസ്റ്റ് ചെയ്യാൻ നീക്കവുമായി ഇപ്പോൾ നിലമ്പൂർ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം എടവണ്ണ ഉദായിലുള്ള MLAയുടെ വീട്ടിലേക്ക് എത്തിയത്. എന്നാൽ ഇതുവരെ ഔദ്യോഗികമായി അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടില്ല. MLA എന്നുള്ള നിലയിൽ തന്നെ പി.വി. അൻവറിന് അതിന്റെ നിയമസഭ എന്നുള്ള അംഗം എന്നുള്ള രീതിയിലുള്ള പരിരക്ഷയുണ്ട്. അതുകൊണ്ട് സ്പീക്കറുടെ അനുമതി ലഭിച്ചാൽ മാത്രമേ ഒരു MLA അറസ്റ്റ് രേഖപ്പെടുത്താൻ സാധിക്കുകയുള്ളൂ. ഇക്കാരണത്താൽ തന്നെ സ്പീക്കറുടെ അനുമതി ഉണ്ടോ എന്ന് പി.വി. അൻവർ ചോദിക്കുകയും അനുമതി നേടിയെടുക്കാൻ പോലീസ് മറുപടി നൽകുകയും ചെയ്തിരുന്നു. ഈ സാഹചര്യത്തിൽ ആ അറസ്റ്റിന്റെ കാര്യത്തിൽ അല്ലെങ്കിൽ അറസ്റ്റ് രേഖപ്പെടുത്തുന്ന കാര്യത്തിൽ ഒരു ആശയക്കുഴപ്പം നിലനിൽക്കുന്നുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് ഇതൊരു ഔദ്യോഗികമായിട്ടുള്ള അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടില്ല. എന്നാൽ പി.വി. അൻവർ MLA അറസ്റ്റ് ചെയ്യുക എന്നുള്ള ലക്ഷ്യത്തോടെ തന്നെയാണ് പോലീസ് അവിടെ എത്തിയിരുന്നത്. പോലീസ് പറയുന്നത് അനുസരിച്ച് DFO ഓഫീസിലുണ്ടായ അതിക്രമത്തിലും പോലീസ് ഉദ്യോഗസ്ഥർക്കും പരിക്കേറ്റിട്ടുണ്ട്. പോലീസിന്റെ FIR പറയുന്നത് അത് തന്നെയാണ്. അകത്തേക്ക് തള്ളിക്കയറിയ 10 പ്രവർത്തകരിൽ ഒരാൾ അവിടെ ഉണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥനെ കാലുകൊണ്ട് ചവിട്ടുന്ന സാഹചര്യം ഉണ്ടായ അദ്ദേഹത്തിന്റെ നെഞ്ചിന് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. സമാനമായ മറ്റൊരു പോലീസ് ഉദ്യോഗസ്ഥനെ തള്ളി വീഴ്ത്തുകയും ചെയ്തു. ഇത്തരത്തിൽ പോലീസ് ഉദ്യോഗസ്ഥനെ മർദ്ദിക്കുകയും സമാനമായ രീതിയിൽ തന്നെ അടഞ്ഞു കിടക്കുന്ന DFO ഓഫീസിന്റെ വാതിൽ തകർത്ത് അകത്തേക്ക് പ്രവേശിച്ച് അവിടെ ഉണ്ടായിരുന്ന ഫർണിച്ചർ അടക്കമുള്ള കാര്യങ്ങൾ നശിപ്പിക്കുകയും ചെയ്തു. ഇത് പൊതുമുതൽ നശിപ്പിക്കുന്ന വകുപ്പായതുകൊണ്ട് തന്നെ ജാമ്യമില്ല വകുപ്പ് പ്രകാരം തന്നെ കേസെടുക്കാൻ സാധിക്കുകയുള്ളൂ. അത്തരത്തിലാണ് കേസെടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പി.വി. അൻവർ MLA ഇതിന് നേതൃത്വം നൽകി എന്നതുകൊണ്ട് തന്നെ MLA ആണ് ഈ കേസിലെ ഒന്നാം പ്രതിയായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അറസ്റ്റ് അനിവാര്യമാണ് എന്നാണ് ഇപ്പോൾ പോലീസ് നൽകുന്ന വിശദീകരണം. എന്നാൽ ഇതുവരെ അറസ്റ്റിന് പി.വി. അൻവർ MLA വഴങ്ങിയിട്ടില്ല. നിയമസഭാ അംഗം എന്ന നിലയിൽ സ്പീക്കർ കൂടി അനുമതി ഉണ്ടെങ്കിൽ അറസ്റ്റിന് വഴങ്ങും എന്നുള്ള നിലപാടാണ് പി.വി. അൻവർ സ്വീകരിച്ചിരിക്കുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നിയമവശങ്ങൾ പി.വി. അൻവർ MLA പരിശോധിക്കുകയും ചെയ്യുന്നുണ്ട്. പോലീസും അതിന്റെ നടപടിക്രമങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്നു. എന്തായാലും പി.വി. അൻവർ MLA അറസ്റ്റ് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയാണ്. അതിന് വലിയ തോതിൽ പ്രവർത്തകർ അവിടേക്ക് സംഘടിച്ച് എത്തുകയും ചെയ്തിട്ടുണ്ട്.